നമ്മൾ ഈ മാർക്കോ പോലുള്ള സിനിമകൾ കണ്ടിട്ട് ഏതെങ്കിലും ഒരു തലമുറ വഴിതെറ്റി പോകും എന്ന് ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആണെങ്കിൽ മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു വർഷം ഇറങ്ങിയുള്ളൂ. 253 ഒരു സിനിമയെ മാർക്കോ ഉള്ളൂ. ബാക്കി 250 പടവും നല്ല ആശയങ്ങൾ ഇത് പ്രചരിപ്പിക്കുന്ന സിനിമകളാണ്. അങ്ങനെ ആണെങ്കിൽ ജനങ്ങൾ അങ്ങോട്ടല്ലേ തിരിയേണ്ടത്? ഈ എത്ര ചിത്രങ്ങളുടെ ഇടയിലാണ് ഒരു മാർക്കോ വന്നത്? ഇല്ലെങ്കിൽ എത്ര ചിത്രങ്ങളിൽ 253 പടങ്ങൾ റിലീസ് ചെയ്യുന്നതിൽ 1-2 സിനിമകളാണ് അല്പം വയലൻസ് കേന്ദ്രീകരിച്ച് പോകുന്നത്. ഞാൻ ചോദിക്കുന്നതല്ല. അപ്പോൾ ബാക്കി 250 ചിത്രത്തിന്റെ പാതയിൽ മറ്റുള്ളവർക്ക് പൊയ്ക്കൂടെ? അതെന്തുകൊണ്ട് പോകുന്നില്ല? അതിന്റെ അർത്ഥം സിനിമ ഒന്നിനും പ്രചോദനമാകുന്നില്ല എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ കംപ്ലീറ്റ് യേശു ക്രിസ്തുമാരും ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റ് സത്യസന്ധന്മാരും ഉണ്ടായേനെ. ഏറ്റവും കൂടുതൽ സിനിമ ഏറ്റവും കൂടുതൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് സത്യസന്ധതയിലേക്കും ഇല്ലെങ്കിൽ നല്ല മനുഷ്യരിലേക്കുമാണ്. നന്മയിലേക്കാണ് സിനിമ പ്രചരിപ്പിക്കുന്നത്. ആ നന്മയാകണം എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടിയിരുന്നത്. സിനിമയാണ് എല്ലാത്തിനും പ്രചോദനമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? സിനിമ ഒന്നിനും പ്രചോദനമല്ല. വഴി തെറ്റേണ്ടുന്നവൻ കുഞ്ഞിലെ മുതലേ വഴി തെറ്റി വരുന്നവനാണ്. അവൻ ഇനി ഏത് സിനിമ കണ്ടാലും കണ്ടില്ലേലും വഴി തെറ്റി തന്നെ പോകും. അതിന് മാർക്കോ ഒരു കാരണവശാലും പ്രചോദനമായിട്ടില്ല, ആകത്തുമില്ല. സെൻസർ ബോർഡാണ് പിന്നെ അതിന്റെ വയലൻസിനെ കേന്ദ്രീകരിച്ചാൽ സെൻസർ ബോർഡ് അതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, തിയേറ്ററുകാരെ സംബന്ധിച്ചിടത്തോളം സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഏത് ചിത്രവും ഞങ്ങൾ പ്രദർശിപ്പിക്കാം. 18 വയസ്സ് തിയേറ്റർ എമ്പുരാൻ ഏകദേശം ആന്റണിയുടെയും പ്രതീക്ഷ കവർന്ന് കോടികൾ കളക്ട് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക ബാധ്യതയും തീർക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അതെ, തിയേറ്ററുകാരുടെ ഇന്ന് വരെയുള്ള എല്ലാ സാമ്പത്തിക ബാധ്യതയും തീർക്കുന്ന പ്രതീക്ഷയാണ് ഞങ്ങൾ. കാര്യം ഞങ്ങൾക്ക് മാത്രമല്ല, ഞാനത് ഇന്ന് രാവിലെ നമ്മുടെ ജനറൽ ബോഡിയിൽ പറഞ്ഞു, എമ്പുരാൻ വൻ സക്സസ് ആകണമെന്ന് ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. കാര്യം ഞങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ടാക്സ് ബാധ്യതയുണ്ട്. അപ്പൊ ഈ എന്റർടൈൻമെന്റ് ടാക്സ് കൊടുക്കാൻ ഒരുപാട് ബാലൻസ് ഉണ്ട്. അപ്പൊ അവര് തന്നെ പറയുന്നുണ്ട്, എമ്പുരാൻ സക്സസ് ആയെന്നുണ്ടെങ്കിൽ 31-ാം തീയതിക്ക് മുമ്പ് ഈ ടാക്സ് കിട്ടിയാൽ എല്ലാവർക്കും ശമ്പളം കൊടുത്താണ് ബാക്കി കാര്യങ്ങൾ നടന്നത്. അങ്ങനെ ഓരോ മേഖലയിലുള്ളത് ക്ഷേമനിധി ബോർഡ് നമ്മുടെ ചെയർമാൻ ശ്രീ മധുബാല പറയുന്നുണ്ട് എമ്പുരാൻ വൻ സക്സസ് ആകണേന്ന്. കാര്യം അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ കുടിശ്ശിയുണ്ട് തിയേറ്ററുകാരിൽ നിന്ന് കിട്ടാൻ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തീർക്കാൻ പറ്റും. എമ്പുരാൻ വൻ സക്സസ് ആവും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. അതിനുവേണ്ടി ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും. അലിക്ക് സമാധാനമായല്ലോ. കോൺക്രീറ്റ് കിട്ടും. അലി കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ നടത്തിയായിരുന്നു ഷൈൻ ടൈം ജോക്ക്. ഞങ്ങൾ കണ്ട് വോട്ടിംഗ് ഇല്ല. അത് വോട്ടിംഗ് അല്ല. അതായത് ഒരു രഹസ്യമായിട്ട് ഓരോരുത്തരുടെ അഭിപ്രായം. കാര്യം നമ്മളിപ്പോ ഒരു ഗ്രൂപ്പില് ഇപ്പം സത്യത്തില് മാനസികമായിട്ട് നമുക്ക് തങ്ങൾ ഇഷ്ടമല്ലെന്ന് വരുന്നുണ്ട്. പക്ഷെ അലി ഒരിക്കലും എന്റെ ഉമ്മിണീച്ച് പറയത്തില്ല എനിക്ക് വിജയകുമാറിന് ഇഷ്ടമല്ല. അതിവിടെ രഹസ്യമായിട്ട് ആരെങ്കിലും വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അലി പറയും പന്നെ ഇയാള് എങ്ങനെ പിന്നെ കയറി നിങ്ങളെ പേര് അറിയുള്ളൂ. അലിയോട്ടന് നമുക്ക് കൂടുതൽ പേരറിയാവുന്നു, അതുകൊണ്ട് പറയുന്നുള്ളൂ. അപ്പൊ അതുപോലെ ഓരോ മനുഷ്യന്റെ മനസ്സിൽ എന്താണ് നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ എല്ലാവരും ഏകകണ്ഠമായിട്ടല്ല ഈ ഭരണസമിതി തുടരണം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് കാലത്തെയും കൂടെ. കാര്യം നമുക്ക് ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. കാര്യം നമ്മൾ തുടങ്ങി വെച്ച കുറച്ച് കാര്യങ്ങളൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് ആവുന്നതോടെയെങ്കിലും ഈ ഭരണസമിതി തുടരണം എന്ന് എല്ലാവരും ഏകകണ്ഠമായി ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ പേപ്പറിലൊന്ന് കുറിച്ച് തരും. ഓരോരുത്തരും രഹസ്യമായി പോയി പേപ്പറിലൊന്ന് കുറിച്ച് ഈ പെട്ടിയിൽ കൊണ്ടുവന്നു. അത് ഞാൻ നോക്കും. 10% പേരെങ്കിലും അത് വേണ്ടെന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ വേണ്ട. വളരെ സന്തോഷം. നോക്കിയപ്പോഴേ എല്ലാവരും തുടരണം എന്ന അഭിപ്രായമാണ് കുറിച്ചത്.